അനുഭവത്തെ OBE വിവരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ആസ്ട്രൽ ട്രാവൽ എന്നും അറിയപ്പെടുന്നു. സൂക്ഷ്മയാത്ര എന്ന ആശയം പുരാതനവും ഒന്നിലധികം സംസ്കാരങ്ങളിൽ സംഭവിക്കുന്നതുമാണ്. 19-ാം നൂറ്റാണ്ടിലെ തിയോസഫിസ്റ്റുകളാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന പദം സൃഷ്ടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത്. ഇത് ചിലപ്പോൾ സ്വപ്നങ്ങളുമായും ധ്യാന രൂപങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ചില വ്യക്തികൾ വിവിധ ഹാലൂസിനോജനിക് ഹിപ്നോട്ടിക് മാർഗങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ സെൽഫ് ഹിപ്നോസിസ് ഉൾപ്പെടെ പ്രേരിപ്പിച്ച ആസ്ട്രൽ പ്രൊജക്ഷന്റെ വിവരണങ്ങൾക്ക് സമാനമായ ധാരണകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ ന്യൂറൽ പ്രവർത്തനത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ബോധം ഉണ്ടെന്നോ ഒരാൾക്ക് ബോധപൂർവം ശരീരം വിട്ട് ഭൗതിക പ്രപഞ്ചത്തെ കുറിച്ച് നിരീക്ഷണങ്ങൾ നടത്താമെന്നോ ശാസ്ത്രീയ തെളിവുകളൊന്നുമില്ല. കൂടാതെ ആസ്ട്രൽ പ്രൊജക്ഷനെ ഒരു കപടശാസ്ത്രമായി വിശേഷിപ്പിക്കുന്നു. ഇതും ഷാത്താന്റെ പ്രവൃത്തിയായിട്ട് ഇരിക്കുന്നു. ആസ്ട്രൽ പ്രൊജക്ഷൻ നാം എല്ലാവരും അറിയാം. ഞാൻ പോன വീഡിയോவில் போன ஜூமில் நான் സംസാരിച്ചത് പോലെ ജാതകം போன்ற കാര്യങ്ങളിൽ ഇതും ഷാത്താന്റെ പ്രവൃത്തി. ഇന്നും അനേക കാര്യങ്ങളുണ്ട്. എങ്കിലും എനിക്ക് മലയാള ലെറ്റേഴ്സ് ശരിയായിട്ട് അറിയാതെ പക്ഷത്തിൽ ഞാൻ വായിക്കാതെ ഒരു വിഷമത്തിൽ ഇരിക്കുന്നു. എങ്കിലും നിങ്ങൾ എല്ലാവരും കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ സ്ലൈഡിൽ കണ്ടിട്ട് വായിക്കാം. അടുത്ത സ്ലൈഡ് അമ്മേ. ഓഗറി ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നതിന്റെ അടയാളം ഒരു ശകുനം. മരണത്തിന്റെ സൂചനയായി അവർ ആ ശബ്ദം കേട്ടു. ശകുനങ്ങളുടെ വ്യാഖ്യാനം ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ അമാനുഷിക രൂപം, പ്രത്യേകിച്ച് ഒരു പ്രേതം അല്ലെങ്കിൽ പ്രേതം ഒരു പ്രേത ദൃശ്യം പ്രത്യക്ഷപ്പെടുന്ന എന്തും അതാണ് അദൃശ്യ ശക്തിയെ കുറിച്ച് പറയുന്നത്. അടുത്ത സ്ലൈഡ് അമ്മ. ഇത് വളരെ പെരിയ ഒരു പാരഗ്രാഫ് ആയിട്ട് ഇരിക്കുന്നു. നിങ്ങൾ ചുരുക്കി ചെറിയ സമയം വായിച്ചാലും മതി, അല്ലെങ്കിൽ നാം സമയം കാണിട്ട് നിങ്ങൾ വായിച്ചാലും മതി അമ്മേ. അത് ജ്യോതിഷത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ജ്യോതിഷം, പലരും ജ്യോതിഷത്തിൽ ക്രിസ്ത്യാനിയാണെങ്കിൽ പോലും കൊച്ചിന്റെ ജാതകം എഴുതുകയും ഈ ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്നവരുണ്ട് ക്രിസ്ത്യാനികളിൽ പോലും. അതുപോലെ തന്നെ ഈ രാഹുകാലം, മറ്റു പല കാര്യങ്ങളില് ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെയും സാത്താന്റെ പ്രവൃത്തികളാണെന്നാണ് ഇവിടെ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. വ്യത്യസ്ത സീസണുകളിൽ പ്രത്യക്ഷപ്പെടുന്ന നക്ഷത്ര രാശി നോക്കുന്നവരുണ്ട്. അതുപോലെ ജ്യോതിഷം, ഇതൊക്കെയും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഈ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഹിന്ദുരാജ്യമായ ഇന്ത്യയിലാണ് ഇതെല്ലാം പ്രത്യേകമായിട്ടുള്ളത്. അതിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിനേക്കാൾ ഉപരിയായി ഈ കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കുന്നത് അത് സാത്താന്റെ പ്രവർത്തനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര വലിയ ഭയങ്കരമായിട്ട് ഇരിക്കുന്നു അമ്മേ. ഞാൻ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി എങ്കിലും നിങ്ങൾ വായിച്ചപ്പോൾ എനിക്കും അനേക കാര്യങ്ങൾ ഞാൻ ഇത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഭയന്ന് സാത്താന്റെ പ്രവൃത്തികൾ ഇത്ര ഭയങ്കരമായിട്ട് ഉണ്ടോ എന്ന്. ഇന്നും അനേക കാര്യങ്ങളുണ്ട്, അതെയും നാം കാണുന്നു. വായിക്കാം അമ്മേ. ഇവിടെ ചാൾസ് ബെസി എന്ന് പറയുന്ന ചാൾസ് ബെസി ആണ് ഇവിടെ ഒരു തട്ടിപ്പിന് ഇരയായത്. അതാണ് യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ എന്തെങ്കിലും ശകുനം, നമ്മളെ വണ്ടിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പം ഒരു പൂച്ച ചാടിയെങ്കിൽ അത് ദോഷമാണ്, കറുത്ത പൂച്ച ചാടുക എന്നൊക്കെ ആൾക്കാർ പറയുള്ളേ. ഇവിടെയൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. ജീവനുള്ള പക്ഷികൾ അതുപോലെ ഇവിടെ പറയുന്നുണ്ട്. ഒരു യാത്രയ്ക്കിടെ ബ്ലസി നേർത്ത വായുവിൽ നിന്ന് 2 ജീവനുള്ള പക്ഷികളെ ഉൽപ്പാദിപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ പക്ഷികളെ വിറ്റ ഡീലർ ആൾക്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് അപ്രത്യക്ഷമായി. കല്ലുകൾ, പൂക്കൾ,
സുഗന്ധദ്രവ്യങ്ങൾ, മൃഗങ്ങൾ എന്നിവയാണ് ഉൽപ്പാദിക്കപ്പെടുന്ന സാധാരണ വസ്തുക്കൾ. ഈ വസ്തുക്കൾ ആത്മാവിൽ നിന്നുള്ള ദാനങ്ങളാണെന്ന് പറയപ്പെടുന്നു. അതാണ് ഇന്ന് പലരും ഭാഷമാര് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത്ഭുതം എയറിൽ നിന്ന് അതുണ്ടാക്കുന്നു ഇതുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ തെറ്റിക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഓട്ടോമാറ്റിക് റൈറ്റിംഗ് പാരാസൈക്കോളജിസ്റ്റ് വില്യം ഫ്ലച്ചർ ബാരറ്റ് എഴുത്തുകാരൻ ഒരു പേപ്പറിൽ ഒരു പെൻസിൽ നിഷ്ക്രിയമായി പിടിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ പ്ലാൻഷെറ്റ് വഴിയോ അല്ലെങ്കിൽ ഒരു ഓയിഡ ബോർഡ് വഴിയോ യാന്ത്രിക സന്ദേശങ്ങൾ സംഭവിക്കാം. ആത്മീയതയിൽ സന്ദേശങ്ങൾ, കത്തുകൾ, മുഴുവൻ പുസ്തകങ്ങൾ എന്നിവ എഴുതാൻ ഒരു മാധ്യമത്തിന്റെ നിയന്ത്രണം ആത്മാക്കൾ ഏറ്റെടുക്കുന്നുവെന്ന് അവകാശപ്പെടുന്നു. യാന്ത്രിക എഴുത്ത് ഒരു മയക്കത്തിലോ ഉണർന്ന അവസ്ഥയിലോ സംഭവിക്കാം. തോംസൺ ജെയ് ഹൈസനെ പോലുള്ള ചില മാനസിക ഗവേഷകർ യാന്ത്രിക എഴുത്തിൽ ആത്മാക്കൾ ഒന്നും ഉൾപ്പെട്ടിട്ടില്ലെന്നും ഉപബോധ മനസ്സാണ് വിശദീകരണമെന്നും അവകാശപ്പെടുന്നു. ഈ ദർശനമൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ പലർക്കും. അത് ആത്മീയമായിട്ടല്ലെന്നാണ് പറയുന്നത് ഇവര്. പലരും ശരിയായ ദർശനങ്ങളുണ്ട്, ശരിയാത്തല്ലാത്തതുണ്ട്, സങ്കല്പങ്ങളുണ്ട്. അങ്ങനെ മനുഷ്യനെ തെറ്റിച്ചു കളയുന്ന പലവിധ കാര്യങ്ങൾ സാത്താൻ ഇന്ന് ഈ അവസാന കാലത്തെ മനുഷ്യരിലൂടെ പ്രവർത്തിക്കുകയാണ്. എന്തിനും എപ്പോഴും തയ്യാറായിരിക്കുന്ന ഒരു കൂട്ടം ഈ ലോകത്തിൽ സാത്താന്റെ പുറകെ പോകാൻ ഇന്ന് ഒത്തിരി ആൾക്കാരുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ അത് സംഭവിക്കുന്നു, അല്ലെ അവിടെ പോയാൽ ഇത് കിട്ടും, അങ്ങനെ ഇങ്ങനെ മനുഷ്യരെ തെറ്റിക്കുന്ന പല കാര്യങ്ങളും ഈ ലോകത്തിലുണ്ട്. ഓക്കെ അമ്മ, എനിക്ക് മനസ്സിലായി. ഞാൻ അടുത്ത സ്ലൈഡ് ചെയ്യാം. കാണാമോ? കാണാം. ഓക്കെ അമ്മ. ഓക്കെ. ഇത് പിശാചുമായുള്ള ഒരു ഉടമ്പടി. പിശാചുമായുള്ള ഉടമ്പടി ഫൗസ്റ്റിയൻ വിലപേശൽ അല്ലെങ്കിൽ മെഫിസ്റ്റോഫീലിയൻ വിലപേശൽ എന്നും വിളിക്കുന്നു. ഫൗസ്റ്റിന്റെ ഐതിഹ്യവും മെഫിസ്റ്റോഫെലിക്സിന്റെ രൂപവും പല ക്രിസ്തീയ പാരമ്പര്യങ്ങൾക്കും അടിസ്ഥാനമായ ഒരു സാംസ്കാരിക ഘടകമാണ്. മന്ത്രവാദത്തെ കുറിച്ചുള്ള പരമ്പരാഗത ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് ഒരു വ്യക്തിയും പിശാചും അല്ലെങ്കിൽ മറ്റൊരു പിശാചും തമ്മിലുള്ള ഉടമ്പടിയാണ്. പൈശാചികമായ നേട്ടങ്ങൾക്കായി ഒരാത്മാവിനെ വ്യാപാരം ചെയ്യുന്നു. ഇത് കഥയനുസരിച്ച് വ്യത്യാസപ്പെടുന്നു. പക്ഷെ യുവത്വം, അറിവ്, സമ്പത്ത്, പ്രശസ്തി, ശക്തി എന്നിവ ഉൾപ്പെടുന്നു. ഒരു ലിഖിത ഉടമ്പടിയിൽ ഭൂതത്തെ ആകർഷിക്കുന്ന അതേ രൂപങ്ങൾ അടങ്ങിയിരിക്കുന്നു. പക്ഷെ സാധാരണയായി മന്ത്രവാദികളുടെ രക്തം ഉപയോഗിച്ച് ഒപ്പിട്ട ഒരു ലിഖിത പ്രവൃത്തി ഉൾപ്പെടുന്നു. ചിലപ്പോൾ മുഴുവൻ പ്രവൃത്തിയിലും രക്തം ഉപയോഗിച്ച് എഴുതേണ്ടതുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു. അതേസമയം ചില പിശാച് ശാസ്ത്രജ്ഞർ രക്തത്തിന് പകരം ചുവന്ന മഷി ഉപയോഗിക്കുന്ന ആശയത്തെ ന്യായീകരിച്ച് മറ്റുള്ളവർ മനുഷ്യരക്തത്തിന് പകരം മൃഗങ്ങളുടെ രക്തം ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നു. കറുത്ത പിണ്ഡം. വിവിധ സാധാന്യ ഗ്രൂപ്പുകൾ ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ് കറുത്ത കുർബാന. ഇത് നൂറ്റാണ്ടുകളായി വിവിധ രൂപങ്ങളിൽ നിലനിൽക്കുന്നുവെന്നും ഇത് കത്തോലിക്ക കുർബാനയെ നേരിട്ട് അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് പറയപ്പെടുന്നു. 19-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സാഹിത്യത്തിൽ സാത്താനിസം ആൻഡ് മന്ത്രവാദം, ടൂൾസ് മിഷെലറ്റ്, ജോറിസ് കോൾ, ഹുയിസാൻമാൻസിന്റെ ലാബാസ് തുടങ്ങിയ പുസ്തകങ്ങളിൽ ബ്ലാക്ക് മാസ് ജനപ്രിയമായി. 1954 ലണ്ടനിൽ പ്രസിദ്ധീകരിച്ച HDF റോഡ്സിന്റെ ദി സാറ്റനിക് മാസ് എന്ന പുസ്തകത്തോടെയാണ് ആധുനിക പുനരുജ്ജീവനം ആരംഭിച്ചത്. ഇപ്പോൾ വിവിധ ഗ്രൂപ്പുകൾ അവതരിപ്പിച്ച ബ്ലാക്ക് കുർബാനകളുടെ ആധുനിക പതിപ്പുള്ള ഇപ്പോൾ ഈ എഴുതിയതിനകത്ത് യാഥാർത്ഥ്യമായി ഞങ്ങൾ കണ്ടതാണ്. ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളുടെ ഓർമ്മ ദിവസത്തിന് ഞങ്ങൾ പോയപ്പോൾ അവിടെ ഞങ്ങൾ കണ്ടത് ഒരു മരിച്ച വ്യക്തി അടക്കപ്പെട്ടു. ആ വ്യക്തിയെ പോലെ തന്നെ ഒരു കറുത്ത ഒരു ഉടുപ്പ് പള്ളിയിൽ ഇട്ടിട്ട് ആ വ്യക്തിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അച്ഛന്മാർ അതിന് ചുറ്റും നടന്ന് കുർബാന നടത്തുന്നു. ഇത് യാഥാർത്ഥ്യമായി ഞങ്ങൾ കണ്ടതാണ്. ഇപ്പൊ ഈ നമ്മൾ വായിച്ചതായ കറുത്ത പിണ്ഡം ഇന്ന് കത്തോലിക്ക സഭയില് ഇന്ന് അത് വളരെ അധികം പ്രചാരത്തിലാണ്. മരിച്ചുപോയ മനുഷ്യന്റെ ശവശരീരത്തിന് പകരം അവർക്ക് ഒരു കറുത്ത ഉടുപ്പ്,
അവരെ പോലെ തന്നെ തയ്ച്ചിട്ട് പള്ളിക്ക് നടുക്ക് വെച്ചിട്ട് അതിന് ചുറ്റും അച്ഛന്മാര് നടന്ന് കുർബാന നടത്തി ആ വ്യക്തിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് കുർബാന നടത്തി അവര് മനുഷ്യനെ കളിപ്പിക്കുന്നതായ പ്രവൃത്തി സാത്താന്റെയാണ്, ഒരിക്കലും ദൈവത്തിന്റെ അല്ല. അതുപോലെ രക്തത്തിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നമ്മൾ കേൾക്കാം ബലി കൊടുക്കുക, മനുഷ്യരക്തം കൊണ്ട് ദൈവം പ്രീതിപ്പെടുത്തുന്നുള്ളൂ അല്ലെങ്കിൽ സന്തോഷിക്കുകയുള്ളൂ. അതുകൊണ്ട് രക്തം ഓരോ സ്ഥലത്ത് മനുഷ്യനെ കൊന്ന് അല്ലെങ്കിൽ മൃഗങ്ങളെ കൊന്ന് ആ രക്തത്തിൽ സന്തോഷിക്കുന്ന, ആ രക്തദാഹം തീർക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ലോകത്തിൽ സാത്താൻ നടത്തുന്നുണ്ട്. അതിന്റെ പുറകെ പോകുന്ന ആൾക്കാരുമുണ്ട്. ദൈവത്തിന്റെ പ്രവർത്തികളല്ല ഇതൊന്നും. ഓക്കെ അമ്മ, അടുത്ത സ്ലൈഡ്, നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ പോകാം. വായിക്കാം അമ്മ. ഇവിടെ പറയുന്നുണ്ട്, ഒരു ക്രിസ്റ്റലിലേക്ക് നോക്കുന്നതിലൂടെ ട്രാൻസ് ഇൻഡക്ഷനിലൂടെ നേടിയ ദർശനങ്ങൾ കാണുന്നതിനുള്ള ഒരു രീതിയാണ് ക്രിസ്റ്റൽ ഡൈസിങ്. പരമ്പരാഗതമായി ഭാവിയെ കുറിച്ചുള്ള ദർശനങ്ങൾ ദൈവികമായ എന്തെങ്കിലും മുതലുള്ള ഒരു രൂപമാണ് ഇതിനെ കാണുന്നത്. എന്നിരുന്നാലും ക്രിസ്റ്റൽ ദർശനങ്ങളും ഉള്ളടക്കത്തെ കുറിച്ചുള്ള ഗവേഷണ ദർശനങ്ങൾ കാഴ്ചക്കാരന്റെ പ്രതീക്ഷകളുമായും ചിന്തകളുമായും ബന്ധപ്പെട്ടിരിക്കുന്നത് സൂചിപ്പിക്കുന്നു. മനഃശാസ്ത്രജ്ഞനായ മില്ലസ് കൽപ്പിൽ എഴുതി, ക്രിസ്റ്റൽ കാഴ്ച ഒരുതരം സ്വയം ഹിപ്നോസിസിനെ അനുവദിക്കുന്നു. വിഷയത്തിന്റെ അബോധാവസ്ഥയിൽ നിന്നുള്ള ഫാൻസികളും ഓർമ്മകളും ക്രിസ്റ്റലിൽ ദർശനമായി പ്രത്യക്ഷപ്പെടുന്നു. ഉള്ളടക്കത്തിന്റെ വിശകലനം സൂചിപ്പിക്കുന്നത് അവ ഓർമ്മയിലോ പ്രതീക്ഷയിലോ ഉള്ള കാര്യങ്ങൾ ദൃശ്യവൽക്കരിക്കുന്ന ഒരുതരം മതിഭ്രമമാണ്. ഉദാഹരണത്തിന് സൈനികരെ കാണുമെന്ന് പ്രതീക്ഷിക്കാൻ പറഞ്ഞ ഒരു വിഷയം ക്രിസ്റ്റൽ ബോളിൽ നോക്കുമ്പോൾ ഇത് കൃത്യമായി കണ്ടു. ചില സ്റ്റേജ് മാന്ത്രികർ ഒരു ക്രിസ്റ്റൽ ബോളിനെ ഒരു ഉപകരണമായും ക്രിസ്റ്റലോമൻസിയെ മെൻട്രലിസം ഇഫക്റ്റുകളുടെ പ്രകടനത്തിൽ ഫാക്ടറിന്റെ ഒരു വരിയായി ഉപയോഗിക്കുന്നു. ഇത്തരത്തിലുള്ള അവതരണത്തെ ചിലപ്പോൾ CG ആക്ട് എന്ന് വിളിക്കുന്നു. CG എന്നത് ക്രിസ്റ്റൽ നോട്ടം എന്നതിന്റെ അർത്ഥമാണ്. 20-ാം നൂറ്റാണ്ടിലെ CG നിയമത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ എക്സ്പോസ്റ്റർ അലക്സാണ്ടർ ക്രിസ്റ്റൽ സീർ ആയിരുന്നു. അറിയുന്ന മനുഷ്യൻ എന്ന വിശേഷിക്കപ്പെട്ട മറ്റൊരു സ്റ്റേജ് മാന്ത്രികനും മെനലിസ്റ്റും ജൂലിയസ് സാൻസിങ് ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു CG പ്രവർത്തനം പരസ്യമായി നടത്തിയില്ല. പകരം സ്വകാര്യ ക്ലൈനറുകളുടെ ആത്മീയ ഉപദേഷ്ടാവായി അദ്ദേഹം തന്റെ ജോലിയിൽ ക്രിസ്റ്റൽ ബോൾ ഉപയോഗിച്ചു. നിരവധി പുരാണപരവും ഐതിഹാസികവുമായ പാരമ്പര്യങ്ങൾ അനുസരിച്ച് ഉറങ്ങുന്നവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനായി ഉറങ്ങുന്നവരുടെ മേൽ പ്രത്യേകിച്ച് സ്ത്രീകളെ ആശ്രയിക്കുന്ന പുരുഷ രൂപത്തിലുള്ള ഒരു ഭൂതമാണ് ഇൻക്യുബസ്. ഇതിന്റെ സ്ത്രീ പ്രതിരൂപം സക്കുബസ് ആണ്. ഒരു ഇൻക്യുബസ് ഒരു കുട്ടിയുടെ പിതാവാകാൻ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധം പിന്തുടരാം. ഇൻക്യുബിയും സക്കുബിയും ഒരേ രാക്ഷസനാണെന്നും ആൺപെൺ രൂപങ്ങൾക്കിടയിൽ മാറാൻ കഴിവുള്ളവരാണെന്നും പൊതുവെ അംഗീകരിക്കപ്പെട്ടു. ഒരു സക്കുബസിനെ ഒരു പുരുഷനോടൊപ്പം ഉറങ്ങാനും അവന്റെ ബീജം ശേഖരിക്കാനും തുടർന്ന് ഒരു ഇൻക്യൂബസായി രൂപാന്തരപ്പെടാനും ആ വിത്ത് സ്ത്രീകളിൽ ഉപയോഗിക്കാനും കഴിയും. ബീജവും അണ്ടവും മനുഷ്യരിൽ നിന്നാണ് വന്നതെങ്കിലും ആത്മാക്കളുടെ സന്തതികൾ പലപ്പോഴും അമാനുഷികമായി കണക്കാക്കപ്പെട്ടിരുന്നു. അർത്ഥ മനുഷ്യ സന്തതിയെ ഒരു കാമ്പിയോൺ എന്ന് വിളിക്കപ്പെടുന്നു. ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നേരിൽ അറിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ ഈ മലബാറിൽ, ഞങ്ങളുടെ ഭീമനടിയില് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ ചിരി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ ഭർത്താവായി അവർ സങ്കല്പിച്ചിരുന്നത് ശിവനെയാണ്. ശിവൻ, അവർക്കൊരു ഫോട്ടോ ഉണ്ട്, ശിവന്റെ ഒരു ഫോട്ടോ. ആ ശിവനെ അവർ ഭർത്താവായി സ്വീകരിക്കുകയും രാത്രിയിൽ എന്നും ശിവൻ ഇറങ്ങി വരുന്നതായിട്ട് അവര് അങ്ങനെ വിചാരിക്കുകയാണ്, ശിവനാണ് അവരുടെ ഭർത്താവ്. എന്നിട്ട് ആ ശിവനുമായിട്ടാണ് അവര് ഉറങ്ങുന്നതൊക്കെ എന്ന് ചിരി ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാങ്കല്പികം, മനുഷ്യന്റെ മനസ്സ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ലോകത്തില് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളുണ്ട്. അതൊക്കെ പറയാൻ പോയാൽ ഒത്തിരി സമയമെടുക്കും. ഇതെല്ലാം സാത്താന്റെ ക്രിയകളാണ്. ഇതെല്ലാം ഇത് അതോടെ ഫോട്ടോസ് അമ്മേ. നിങ്ങൾ ഫസ്റ്റിൽ വായിച്ചത് ആസ്ട്രൽ പ്രൊജക്ഷൻ. അത് ഈ ബോധത്തിൽ ഇരിക്കുമ്പോൾ ആവി, മനുഷ്യരുടെ ആവി പോയി സാത്താന്റെ ആത്മ
ആ മനുഷ്യരോടൊപ്പം ചേർന്ന ആ ഫോട്ടോവും இன்னொரு ഫോട്ടോவில் നിങ്ങൾ കാണിട്ടാൽ മാജിക് മന്ത്രവാദം എല്ലാ ഷാമാൻകളും ഒരു പൊരുൾ ആ മനുഷ്യർ என்ன ചെയ്യുന്നു അതേ പിടിക്കാതെ മാജിക് പോലെ ചെയ്യുന്നു. ഈ രണ്ടും ഇതും ഷാത്താന്റെ പ്രവൃത്തി. இன்னும் அநேக കാര്യങ്ങളുണ്ട്. ഞാൻ അത് നെക്സ്റ്റ് അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിക്കാം. இன்னும் അമ്മേ നിങ്ങൾ വായിച്ചത് ക്രിസ്റ്റൽ ഗ്രേസിംഗ്, അത് இன்னொரு ഫോട്ടോவில் നിങ്ങൾ കാണിട്ടാൽ ഷാത്താനോട് ரத்த உடன்படி ചെയ്യാം ഒരു മനുഷ്യർ. ആ ഷാത്താൻ ആ മനുഷ്യരുടെ കരങ്ങളെ പിടിച്ചത് പോലെ ഒരു ഫോട്ടോ. இன்னொரு ഫോട്ടോவில் നിങ്ങൾ കാണിട്ടാൽ ഷാത്താൻ ரத்த உடன்படி കേൾക്കുന്നത് പോലെ ഒരു ഫോട്ടോ. ഇതെല്ലാം കാണിട്ടുമ്പോൾ നമ്മുടെ ഇന്ത്യ ദേശത്തിൽ മറമുഖമായിട്ട് വളരെ അങ്കാங்கே നടക്കുന്നിട്ടില്ല. ഒരു ചില സ്ഥലങ്ങളിൽ ഇന്ത്യ ദേശത്തിൽ ഇത് നടന്നു കൊണ്ടിരിക്കുന്നു. அமெரிக்கா தேசத்திலும் யுஎஸ்ஏ போன்ற தேசங்களில் വളരെ பயங்கரமாயிட்டு நடந்து கொண்டிருக்கணும் கிறிஸ்டல் கிரேசிங் மற்றும் ஷாத்தாண்டே ரத்த உடன்படி. നമ്മുടെ വേദ പുസ്തകം என்ன വായിക്കുന്നത്? ഈ കാര്യങ്ങളെ കുറിച്ച് ബൈബിൾ എന്ത് പറയുന്നുവെന്ന് 1 കൊരിന്ത്യർ 7:5 പറയുന്നുണ്ട്. പരസ്പര സമ്മതത്തോടെയും പ്രാർത്ഥനയില് മുഴുകേണ്ടതിന് വേണ്ടിയും, അല്ലാതെ നിങ്ങൾ അന്യോന്യം അകലം പാലിക്കരുത്. നിങ്ങളുടെ ആത്മനിയന്ത്രണത്തിന്റെ അഭാവം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കാൻ വീണ്ടും ഒരുമിച്ച് വരിക. അതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള ഇതാണ്. പരസ്പര സമ്മതത്തോടെയും പ്രാർത്ഥനയിലും മുഴുകേണ്ടതിന് വേണ്ടിയും, അല്ലാതെ നിങ്ങൾ അന്യോന്യം അകലം പാലിക്കരുത്. നിങ്ങളുടെ ആത്മനിയന്ത്രണത്തിന്റെ അഭാവം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കാൻ വീണ്ടും ഒരുമിച്ച് വരിക, ഒന്നിച്ചു കൂടുക. 1 കൊരിന്ത്യർ 7:5. ആമാമ, ഇത് കുറിച്ച് ഞാൻ ഇന്നും സംസാരിക്കണം. കാരണം ഈ വചനത്തെ ഞാൻ സ്ലൈഡിൽ കിട്ടിയെങ്കിൽ അനേക സമയം ഷാത്താൻ എന്നെ ചെയ്യാം. ഈ ഇൻകുബസ് സക്കുബസ് അമ്മ വായിച്ചതുപോലെ ഈ അശുദ്ധാവികൾ മനുഷ്യരുടെ സ്വപ്നത്തിൽ വന്നിട്ട് പോകാം. எனக்கும் அநேக சமயம் இது போல சொப்பனங்கள் வந்திருக்கணும். ஒரு ஸ்திரியை போல ஒரு சொப்பனத்தில் ஒரு ஷாத்தான் தோன்றி அது என்ன செய்யாம், നമ്മുടെ ചിന്തയ്ക്ക് എത് ബലഹീനമായിട്ട് നാം എന്നെ കാര്യങ്ങൾ ചെയ്യാമോ അതുപോലെ ഷാത്താൻ സ്ത്രീയുടെ രൂപത്തിൽ വന്നിട്ട് ഇരിക്കുന്നു. எனக்கு ஒரு 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 சமயம் நான் எல்கேஜி படிக்கணும். ചെറിയ പ്രായത്തിൽ ഞാൻ ഒരു റൂമിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ ഒരു സ്വപ്നം കണ്ട് ഒരു സ്ത്രീയെ പോലെ ഷാത്താൻ വന്നിട്ട്. അപ്പോൾ എനിക്ക് അറിയിട്ടില്ല ഇതുപോലെ അശുദ്ധാവിയുടെ പ്രവൃത്തികൾ സ്വപ്നത്തിൽ വരും എന്ന്. ഈ ദിവസത്തിൽ ഞാൻ ഇതേക്കുറിച്ച് പഠിക്കുമ്പോൾ, ഷാത്താന്റെ അശുദ്ധ ആത്മാവികളുടെ പ്രവൃത്തികളെ കുറിച്ച് പഠിക്കുമ്പോൾ, ഈ ഇൻകുബസും സക്കുബസും ഇതുപോലെ അശുദ്ധ ആവിയുടെ രൂപത്തിൽ സ്ത്രീയുടെ രൂപത്തെ പോലവും പുരുഷനുടെ രൂപത്തിൽ പോലവും സ്വപ്നത്തിൽ വരാം എന്നെ ഞാൻ വായിച്ച സമയത്തിൽ എനിക്ക് വളരെ ഭയമായിട്ട്. എങ്കിലും ദൈവം നാം പ്രാർത്ഥനയോട് ഉറങ്ങണം. നാം അനേക സമയം രാത്രി സമയം ഉറക്കം പോകുമ്പോൾ പ്രാർത്ഥന ചെയ്യാതെ ഉറങ്ങിട്ടാൽ അനേക കെട്ട സ്വപ്നങ്ങൾ വരും. ഇതുപോലെ ഇൻകുബസ് സക്കുബസ് പോലെ അശുദ്ധ ആത്മാവിന്റെ സ്വപ്നങ്ങളും വരും. കാരണം ഇതുപോലെ അശുദ്ധ ആത്മാവിന്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു. നാം കണ്ണുകളായിട്ട് കാണുന്നില്ല, എങ്കിലും ആത്മാവായിട്ട് നമുക്ക് இன்னொரு പോരാട്ടമുണ്ട്. നമുക്ക് ശരീരത്തോടല്ല മാംസത്തോടുമല്ല ആവിയോടെ ഉള്ള പോരാട്ടം. അതേ ഷാത്താന്റെ പോരാട്ടം. അടുത്ത വചനത്തെയും വായിക്കുക അമ്മേ. 1 യോഹന്നാൻ 3:8. പിശാച് ആരംഭം മുതൽ അവൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാകുന്നു. ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടതിന്റെ കാരണം പിശാചിന്റെ പ്രവൃത്തിയെ നശിപ്പിക്കുക എന്നതായിരുന്നു. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ ദിവസത്തിൽ അമ്മ വായിച്ച എല്ലാ ഷാത്താന്റെ പ്രവൃത്തികളും അവന്റെ തെറ്റ സ്വഭാവങ്ങളെ കുറിക്കുന്നത്. യേശു ക്രിസ്തു തെറ്റു സ്വഭാവം അല്ലാതെ ഒരു ദൈവം. എങ്കിലും ഷാത്താൻ എന്നെ ചെയ്യാം, ഇതുപോലെ അശുദ്ധകരമായിട്ടുള്ള ഒരു ജീവിതം, അശുദ്ധകരമായിട്ടുള്ള ഒരു ജാതകം, മന്ത്രം പോன்ற കാര്യങ്ങൾ നാം കാണിട്ടാൽ ഷാത്താൻ പാപം ചെയ്യുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു ദേവദൂതന്മാരായിട്ട് ഇരിക്കുന്നത്. അതേ ഞാൻ ഈ വചനത്തെ ഞാൻ കോട്ട് ചെയ്തിരിക്കുന്നത്. நான் ஒரு காரியத்தை பிளே செய்யணும். அதுக்கு முன்பில் அம்மே நீங்கள் ഈ വചനത്തെ വായിച്ചിട്ടാൽ ഞാൻ നമ്മുടെ
ആദ്യ കാലത്തിൽ ആദാം ഏവാളുടെ ജീവിതം എപ്പിടി ഇരുന്നു എന്ന ഞാൻ പ്ലേ ചെയ്യാം വീഡിയോ. യോഹന്നാൻ 10:10 പറയുന്നത് കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും മാത്രമാണ്. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് പൂർണ്ണമായി ലഭിക്കുവാനും വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെ, നമ്മുടെ യേശു ക്രിസ്തു എതുക്ക് വേണ്ടി വന്നിട്ട് സാത്താന്റെ പ്രവൃത്തികളെ നശിഞ്ഞപ്പെടുത്തണമെന്ന് ദൈവം മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ വന്ന്. ഇതേ അറിയാതെ അനേക മക്കൾ എന്നെ ചെയ്യാം, സാത്താന്റെ പ്രവൃത്തികളെ നോക്കിക്കൊണ്ടിരിക്കാം, ചിലർ ജാതകം നോക്കാം. ഇപ്പോൾ അമ്മ വായിച്ച അത്ര കാര്യങ്ങളും മറ്റ മക്കൾ, ദൈവത്തെ അറിയാതെ മക്കളും ശരി, ക്രിസ്തവനായിട്ട് മക്കളും ശരി ചെയ്തുകൊണ്ടിരിക്കാം. നാം എപ്പിടി ഇരുന്ന് ബൈബിൾ നമുക്ക് അറിവിക്കുന്നത് ഒരു വിഷയം, നാം ആദ്യ കാലത്തിൽ ദൈവത്തോട് നെരുങ്ങി ജീവിച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ നാം ഇരുന്നു. എങ്കിലും സാത്താൻ എന്നെ ചെയ്തു, ദൈവത്തോടുള്ള ഒരു ബന്ധത്തെ നശിഞ്ഞപ്പെടുത്തി. അതേക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ഞാൻ പ്ലേ ചെയ്തിരിക്കുന്നു. In the beginning, God created heaven and earth. The earth didn't have any form and was only filled with darkness. Then, God spoke. A burst of light filled the universe, hence, He created the light. He separated the light from the darkness, and called the light day and the darkness night. God divided the water and called the part that appeared the sky. He gathered the water below and made the dry ground appears, and that's how God formed the sea and the land. Then, God decided to adorn the land with trees, grass, flowers, and plant of every kind. He also created the sun, the moon, and the stars to differentiate daylight, night, days, season, and years. He filled the sky with every variety of winged birds, the sea with big and small living creatures, and the land with wild stocks, crawling creatures, beasts, and all wildlife. After everything, God then created something special. He took the dust from the earth and breathed life into him to form a living man whom he called Adam. God gave him dominion over all plants and animals on the land, in the sky, and in the sea. When Adam opened his eyes, he looked around with wonder at the beautiful garden that God has created in the east of Eden. And God placed him there to tend and cultivate the garden. Everything was good in the garden. God grew many beautiful trees that grow fruit for Adam to eat. Yet, despite everything, God saw that it was not good for Adam to be alone. Every living creature in the garden had a mate except for Adam. So, God cast a deep sleep to fall upon Adam. He took one of Adam's ribs and formed a suitable companion for Adam, called Eve, the mother of all the living. Adam and Eve were made to complete and care for each other. Together, they live a serene life in the Garden of Eden. In the middle of the garden, there were two particular trees. One was the tree of life and the other was the tree of the knowledge of good and evil. God told Adam and Eve to freely eat every fruit bearer by every tree in the garden except for the fruit from the tree of the knowledge of good and evil. However, the serpent, the craftiest creature God had made, approached Eve. It convinced her to eat the fruit from the forbidden tree, for if she did, her eyes would be opened and she would be as wise as God by knowing good and evil. Tempted by the words, she saw the forbidden fruit hanging from the tree. The more she looked, the more desirable the fruit became. So, Eve gave in to the temptation and went against God's command. She ate the fruit of the tree of the knowledge of good and evil and shared it with Adam. All of a sudden, their eyes are opened and the two realized they were naked.
And for the first time, shame washed over them. They tried to cover themselves and went into hiding. They became afraid as they realized they had defied God. Not long, they heard the sound of God's footsteps as he was walking in the garden. God searched and called out to them, asking why they were hiding. Adam confessed that he had eaten the forbidden fruit because of Eve, while Eve started to blame her wrongdoing on the serpent. Hearing this, God was angered and saddened by their choice. God decided to punish the three of them. He cursed the serpent to walk on his belly for the rest of his life, and Eve to bear the great pain of childbearing. As for Adam, he had to work in sorrow and sweat to provide for his family until his death. They can no longer consume the fruit of the tree of life and live forever since they knew good and evil. Then, God expelled Adam and Eve from the garden and commanded his angels to guard the garden. As for the tree of life, it is protected with a flaming sword that turns in every direction. Even in their fallen state, God still loved and cared for them. This story to remind us how disobedience towards God brought sin into the world. However, this story is also a reminder of God's love and mercy that are always available for those who seek him. எப்படி ஜீவிச்சு என ஒரு வீடியோ, ശരിയ வீடியோ இங்கிலீஷில் இருந்த எങ്കിലും நாம் നമ്മുടെ ആദ്യ കാലത്തിലെ കാര്യങ്ങളെ അറിയണം. കാരണം നാം സാത്താന്റെ പ്രവൃത്തികളിൽ ഇപ്പോൾ ഈ ലോകത്തിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നാം ഇനിയും നമുക്ക് സമയമില്ല, അന്ത്യകാലത്തിൽ നാം ഇരിക്കുന്നു. ഈ കാര്യങ്ങളെ കുറിച്ച് നാം ഇന്നും മற்றവരോട് സംസാരിക്കുന്ന ഒരു സമയത്തിൽ ഇരിക്കുന്നു. எனக்கு വളരെ വിഷമമായിട്ടായി. അനേക സാത്താനെ കുറിച്ച് അനേക കാര്യങ്ങൾ, ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഞാൻ പഠിച്ചു കൊണ്ടുവരുന്നു. അനേക പുസ്തകങ്ങളും ഉണ്ട്. എങ്കിലും ഇന്നും അനേക കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കണം എനിക്ക് എണ്ണം തോന്നി. അതേ ഈ ദിവസത്തിൽ ഞാൻ സ്ലൈഡ് പോലെ റെഡി ചെയ്ത് നാം വീണ്ടും കാണാം. ഇന്നും അമ്മേ അവസാന വചനത്തെ നിങ്ങൾ വായിക്കാം അമ്മേ. ഇതോടെ അവസാനിക്കാം. ഇവിടെ നോക്കുമ്പോൾ അവൻ തുടക്കം മുതൽ ഒരു കൊലപാതകിയായിരുന്നു. സത്യവുമായി ഒരു ബന്ധവുമില്ല, കാരണം അവനിൽ സത്യമില്ല. അവൻ നുണ പറയുമ്പോൾ അവൻ സ്വന്തം സ്വഭാവം അനുസരിച്ച് സംസാരിക്കുന്നു, കാരണം അവൻ ഒരു നുണയനും നുണകളുടെ പിതാവുമാണ് എന്ന വചനം വ്യക്തമായി പറയുകയാണ്. സാത്താൻ ആരാണെന്നും എന്താണെന്നുമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ നാം എല്ലാവരും നന്നായിട്ട് അറിയാം സാത്താന്റെ പ്രവൃത്തികളെ കുറിച്ച്. അതും നമ്മുടെ കേരള ദേശമായിട്ട് ഇരുന്നാലും ശരി, തമിഴ്നാട്, ഇന്ത്യ എന്ന പ്രദേശങ്ങൾ ഇരുന്നാലും ശരി, ഇപ്പോൾ സാത്താൻ വളരെ ഭയങ്കരമായിട്ട് പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യരെ നശിപ്പെടുത്തണം, ദൈവത്തോടുള്ള ബന്ധത്തെ വിട്ട് നശിപ്പിക്കണം എന്ന സാത്താൻ ഭയങ്കര തീവ്രമായിട്ട് ഈ അന്ത്യകാലത്തിൽ ഭയങ്കരമായിട്ട് അവൻ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേക്കുറിച്ച് ഞാൻ തമിഴിൽ പ്രസംഗിച്ചു. എങ്കിലും ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കണം, എനിക്ക് ദൈവം മനസ്സിലെ എണ്ണം തോന്നി. എങ്കിലും ഈ വചനങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ പ്രയോജനമായിട്ട് ഇരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങളോട് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. സ്തോത്രം. സമയത്ത് തന്നെ